ലോസ്റ്റ് തീരാതിരുന്നെങ്കിൽ എന്ന് തോന്നിയ ഒരു സീരീസ് കണ്ടു തീർത്തപ്പം നമുക്കെന്തോ ഒരു ലോസ്റ്റ് ആയ ഒരു ഫീല്. ഇതിന്റെ തുടക്കം എങ്ങനെയാന്ന് വെച്ചാൽ, സിഡ്നിയിൽ നിന്ന് ലോസ് ഏഞ്ചലസിലേക്ക് പോകുന്ന ഓഷ്യാനിക് 850 എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റ് ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ ക്രാഷ് ആവുന്നു. അപ്പം അവിടുന്ന് ഒരു 40ഓളം പേര് രക്ഷപ്പെടുന്നു. ഇവർക്കാർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയൊന്നും ചെയ്യില്ല. അങ്ങനെ ഇവർ അവിടുന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല വഴികൾ നോക്കുന്നു. അങ്ങനെ ഇവരറിയുന്നു ആ ഒരു ദ്വീപിൽ ഇവർ മാത്രമല്ല ഉള്ളത്, വേറെയും ആൾക്കാരുണ്ടെന്ന്. മാത്രമല്ല ആ ഒരു ദ്വീപിൽ കുറേ നിഗൂഢമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും ആ ഒരു ദ്വീപിനെ ചുറ്റിപ്പറ്റി കുറേ രഹസ്യങ്ങൾ ഉണ്ടെന്നൊക്കെ പിന്നീട് ഇവരറിയുന്നു. ഇത് കാണുന്ന ടൈമിൽ നമ്മളും അവരെ പോലെ തന്നെ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു ദ്വീപിൽ അകപ്പെട്ട പോലെ തോന്നും. ഇത് കണ്ടു കഴിയുമ്പം ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനെയും ആ ഒരു ദ്വീപും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അങ്ങനെയാണ് ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനെയും ബിൽഡ് ചെയ്തിട്ടുള്ളത്. വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ, ഇതിൽ 1-2 കഥാപാത്രങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഉള്ള ഒരു സീരീസ് അല്ല ഇത്. ഇതിലുള്ള എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ജാക്ക്, സോയർ, ഡെസ്മണ്ട്, ജോൺ ലോക്ക്, ചാർലി, അങ്ങനെ പേര് പറയാൻ വേണ്ടിയിട്ട് കുറേ കഥാപാത്രങ്ങളുണ്ട് ഇതില്. പിന്നെ എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാവും എന്ന് പറയുന്ന കണക്കെ ഇതിൽ സായിദ് എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമുണ്ട്. നവീൻ എന്നാണ് ഒറിജിനൽ നെയിം. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും മലയാളികളാണ്. പിന്നെ എന്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ജോൺ ലോക്കും ജാക്കും ആണ്. പിന്നെ ലവ് സ്റ്റോറി വേണ്ടവർക്ക് ലവ് സ്റ്റോറി ഉണ്ട്, ഒരു കിടിലൻ ലവ് സ്റ്റോറി ഉണ്ട്. ഡെസ്മണ്ടും പെന്നിയും തമ്മിൽ ഭയങ്കര പ്യുവറായിട്ട് തോന്നും. നമുക്ക് അങ്ങനെ ഒരാൾ ഉണ്ട്, നമ്മളെ ലൈഫിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് തോന്നും. അങ്ങനെ അത്രയും നല്ല പ്യുവർ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി. പിന്നെ സാഡ് ആയിട്ട് ഇരിക്കുന്നവർക്കും ലൈഫിൽ പരാജയപ്പെട്ടു എന്ന് തോന്നിയവർക്കൊക്കെ കാണാൻ പറ്റിയ ഒരു സീരീസ് ആണ്. നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും. വേറൊരു രീതിയിൽ ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ നന്മയും തിന്മയും തമ്മിലുള്ള ഒരു പോരാട്ടം അങ്ങനെയും പറയാം. പിന്നെ ഇതെല്ലാത്തിലും വരും. അഡ്വഞ്ചർ, സർവൈവല്, ഫാന്റസി, ത്രില്ലർ, സൂപ്പർ നാച്ചുറൽ, സയൻസ് ഫിക്ഷൻ, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സീരീസാണ് ഇത്. കാണാത്തവര് തീർച്ചയായും കണ്ടു നോക്കണം. So, see you in another life, brother.